സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. സാധാരണ സാഹിത്യകാരന്മാരിൽ ജനകീയരായി തീരുന്നത് പാട്ടെഴുത്തുകാരാണ്. പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങൾ എഴുതുന്നവരാണ്. അത് ഒന്നോ രണ്ടോ പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരെ എല്ലാ കാലത്തും ഓർക്കപ്പെടും. അതിനകത്ത് മഹാകവികൾ മുതൽ ഒന്നും രണ്ടും പാട്ട് എഴുതി അപ്രത്യക്ഷമായവർ തന്നെയുണ്ട്. എന്നാൽ ഈ മോശമല്ലാത്ത രീതിയിൽ തന്നെ പാട്ടെഴുതുകയും ആ പാട്ടെഴുത്തുകാരൻ്റെ പേരിൽ ഒരു സ്ഥലനാമം പ്രസിദ്ധമാവുകയും ചെയ്ത ഒരു സന്ദർഭമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സ്ഥലനാമം എന്നത് ചുനക്കര ആണ്. ചുനക്കര ആലപ്പുഴ ജില്ലയിലാണ്, മാവേലിക്കര താലൂക്കിലാണ്, അച്ചൻകോവിലാറിൻ്റെ അടുത്താണ് ഈ സ്ഥലം ചുനക്കര. അപ്പോൾ ചുനക്കര നമുക്കറിയാം, രണ്ട് പദങ്ങളാണ്, ചുനയും കരയും. കര നമുക്കറിയാം സ്ഥലനാമ വാചിയാണ്. എന്താണ് ചുന? നമുക്കറിയാവുന്ന ചുന എന്നത് നമ്മൾ മാവിൽ നിന്നും പച്ചമാങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മൂട്ടിൽ നിന്നും പുറത്തേക്ക് ചാടുന്ന ഒരുതരം പശയാണ്, അല്ലെങ്കിൽ ഒരുതരം നീരാണ് നമ്മൾ ചുന എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും പച്ചമാങ്ങയുടെ നീരിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഊറ്റുപോലെ പുറത്തേക്ക് ചാടുന്ന നീരാണ് സാധാരണ നമ്മൾ ചുന എന്ന് പറയും. ഇതിന് സ്ഥലനാമവുമായി എന്താണ് ബന്ധം? നമ്മൾ ചുന വേറെയും സ്ഥലനാമങ്ങളുണ്ട്. നമ്മൾ ചുനക്കര മാത്രമല്ല, ചുനങ്കാട് എന്ന് പറയുന്നൊരു സ്ഥലം നമുക്ക് പാലക്കാട്ടുണ്ട്. ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലാണ്, ഒറ്റപ്പാലത്താണ്, അമ്പലപ്പാറ പഞ്ചായത്തിലാണ്. ചുനങ്ങാട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അതുപോലെ തന്നെ എൻ്റെ സ്ഥലം വെള്ളനാട് അരുവിക്കര പഞ്ചായത്തിൻ്റെ ബോർഡറിൽ വരുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് ചുനപ്പാറ എന്നാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, ചുനപ്പാറ പള്ളി എന്നാണ് അതിന് പറയുക. അതുപോലെ തന്നെയാണ് നമ്മൾ വേളി, അറിയാം നമുക്ക് വേളിമലയുടെ അവിടെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. കുമാരകോവിൽ എന്നറിയപ്പെടുന്ന വേളിമല ക്ഷേത്രം. ആ വേളിമല ക്ഷേത്രം ഒരു മലയടിവാരത്താണ്. അതിൻ്റെ മുകളിൽ ഒരു പാറയും അവിടെ ശക്തമായ ഒരു ഊറ്റുമുണ്ട്. ചുന എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടുന്ന ഒരർത്ഥം എന്ന് പറയുന്നത്, പച്ചമാങ്ങ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഊറ്റുപോലെ പുറത്തേക്ക് വരുന്ന നീരാണ് ചുന. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും സ്വാഭാവികമായി പുറത്തേക്ക് ചാടുന്ന ഊറ്റാണ് ചുന എന്ന് പറയും. ചുനപ്പാറ അടയാളപ്പെടുന്നത് അതിൻ്റെ ഊറ്റിൻ്റെ പേരിലാണ്. പക്ഷേ നമ്മൾ ചുനപ്പാറ അറിയുന്നത് അവിടുത്തെ ഊറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിനടുത്തുകൂടെ ഒഴുകുന്ന ആറിൻ്റെ പേരിലോ അല്ല. അവിടെ നിന്നും പ്രസിദ്ധനായ ഒരു കവിയുടെ പേരിലാണ്, ചുനക്കര രാമൻകുട്ടിയുടെ പേരിലാണ്. 2020 അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു താമസം. 2020 അദ്ദേഹം അന്തരിക്കുന്നത്. 200ഓളം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 75ഓളം സിനിമകൾക്ക്, മലയാള സിനിമകൾക്കാണ് അദ്ദേഹം പാട്ടെഴുതിയത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കവിതാ പുസ്തകങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചുനപ്പാറയെ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തെ കേരളത്തിലാകെ പരിചയപ്പെടുത്തിയത് അവിടുത്തെ ഒരു സാഹിത്യകാരനാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ടുന്നൊരു കാര്യം, ഈ ഒരു സ്ഥലനാമത്തിനെ വലിയ പരസ്യത്തിലേക്ക്, ആളുകളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുന്നത് എപ്പോഴും എഴുത്തുകാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരുമായിരിക്കും. ഓണക്കൂർ എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്തിനെ അടയാളപ്പെടുത്തിയ ഓണക്കൂർ എന്ന് പറയുന്ന നോവലിസ്റ്റാണ്. പൊറ്റക്കാടിനെ പരിചയപ്പെടുത്തിയത് ഒരു യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയ ആളാണ്. തകഴിയെ പരിചയപ്പെടുത്തിയത്, തകഴി എന്ന കൊച്ചു ഗ്രാമത്തിനെ പരിചയപ്പെടുത്തിയത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അപ്പോൾ ഇത്തരത്തിൽ കൊച്ചു സ്ഥലങ്ങളെപ്പോലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാണ്. അത്തരത്തിൽ ആളുകളുടെ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കത്തക്കവണ്ണം ഒരു ചെറിയ സ്ഥലത്തിനെ, ചുനപ്പാറയെ അടയാളപ്പെടുത്തിയത് ചുനക്കര രാമൻകുട്ടി എന്ന പാട്ടെഴുത്തുകാരൻ. നന്ദി, നമസ്കാരം.